ക്ഷേത്രങ്ങളുണ്ട് എന്നല്ല പരിശോധിക്കേണ്ടത്, എത്ര മുസ്ലിം പള്ളികളുണ്ട് എന്നുമല്ല നോക്കേണ്ടത്, എത്ര ചർച്ചുകളുണ്ട് എന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. ഒരു ദേശത്ത് ചെന്ന് 4 വീടുകൾ നിങ്ങൾ കയറി നോക്കുക. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാനായാൽ അവിടെ വിശ്വാസികളില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിവാഹപ്രായമെത്തിയിട്ടും കണ്ണീരും കയ്യുമായി കഴിയുന്ന ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ കപടവിശ്വാസികളാണ് അവിടെ എന്ന് നിങ്ങൾക്കുറപ്പിച്ച് പറയാം. രോഗാതുരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ പോകാൻ പ്രയാസപ്പെടുന്ന ഒരാളെ 3ാമത്തെ ഒരു വീട്ടിൽ നിങ്ങൾക്ക് കാണാനൊത്താൽ നമുക്കുറപ്പിക്കാം ആ നാട്ടിൽ വിശ്വാസത്തിൻ്റെ ലേബലൊട്ടിച്ചവർ മാത്രമേ ഉള്ളൂ എന്ന്. ദൈവത്തിലേക്കുള്ള മാർഗം മനുഷ്യനിലൂടെ മാത്രമാണ്. മനുഷ്യന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അകറ്റലാണ് എല്ലാ ദൈവങ്ങളും മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, മാനവ സേവയാണ് മാധവ സേവ എന്ന്. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സേവിക്കുക എന്നുള്ളതാണ് അർത്ഥം. വിശ്വാസത്തിൻ്റെ കാതൽ കണ്ടെത്തുവാൻ നമുക്കാവണം. അതിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒന്നാണ്. ഞാൻ മതങ്ങളിലെ വൈവിധ്യങ്ങളെക്കുറിച്ചല്ല അധികം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മതങ്ങളിലെ ഐക്യരൂപ്യങ്ങളെക്കുറിച്ചാണ്, സമാനതകളെക്കുറിച്ചാണ്. ലോകത്തുള്ള എല്ലാ മതങ്ങളും ഒരു ജലപ്രളയ കഥയിൽ വിശ്വസിക്കുന്നുണ്ട്. ഹൈന്ദവർ വിശ്വസിക്കുന്ന ജലപ്രളയ കഥയിലെ നായകൻ മനുവാണ്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ജലപ്രളയ കഥയിലെ നായകൻ നൂഹ് നബിയാണ്. ക്രൈസ്തവരും ജൂതരും വിശ്വസിക്കുന്ന ജലപ്രളയ കഥയിലെ നായകർ നോഹയാണ്. എല്ലാ മതങ്ങളും ഒരു ബലികർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കഠോപനിഷത്തിലെ പ്രതിപാദ്യം തന്നെ യമൻ തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ സന്നദ്ധമായതിൻ്റെ ചരിത്രം ആലേഖനം ചെയ്യുന്നതാണ്. ബലിപെരുന്നാൾ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബി തൻ്റെ മകനെ ദൈവമാർഗത്തിൽ ബലിയർപ്പിക്കുവാൻ സന്നദ്ധമായതിൻ്റെ ഓർമ്മയ്ക്കാണ്. അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിച്ചതിൻ്റെ ചരിത്രം ബൈബിളും അനുസ്മരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ മഴയ്ക്ക് വേണ്ടി യാഗം. ഇസ്ലാം മതത്തിലും മഴയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. മതങ്ങൾ പരസ്പരം നിന്ന് കൊലവിളിയോ യുദ്ധ വിളിയോ നടത്തേണ്ടതല്ല. ആഴത്തിൽ പഠിച്ചാൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഒന്നാണ് എന്ന് നമുക്ക് കാണാനാകും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ ദൈവം പറയുന്നത് മനുഷ്യരോട്, ഹേ യഥാമാം പ്രപത്യന്തേ താം സ്ഥദൈവ ഭജാമ്യഹം മമ വർത്തമാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. നിങ്ങൾ ദൈവത്തിൻ്റെ സാമീപ്യ സിദ്ധിക്ക് വേണ്ടി ഏതേത് വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിലും ആത്യന്തികമായി നിങ്ങൾ എൻ്റെ മാർഗത്തിലാണ് ഉള്ളത്. ദൈവത്തിൻ്റെ സാമീപ്യ സിദ്ധിക്ക് വേണ്ടി ഒരാൾ ഹൈന്ദവ ദർശനങ്ങളാണ് സ്വീകരിക്കുന്നതെങ്കിൽ, രണ്ടാമതൊരാൾ ഇസ്ലാം മത ദർശനങ്ങളാണ് സ്വീകരിക്കുന്നതെങ്കിൽ, മൂന്നാമതൊരാൾ ക്രിസ്ത്യാനിറ്റിയോ ജുദായിസമോ ആണ് സ്വീകരിക്കുന്നതെങ്കിൽ, ബൗദ്ധ ജൈന സിഖ് മത ദർശനങ്ങളാണ് അവർ പുൽകുന്നതെങ്കിൽ, എല്ലാവരും എൻ്റെ വഴിയിലാണുള്ളത് ആത്യന്തികമായി എന്നാണ് ഭഗവത്ഗീതയിലെ ദൈവം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനും പറയുന്നത് ഇത് തന്നെയാണ്. ഒരു മുസ്ലിം ആരാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, ഇന്നല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ മാത്രം വിശ്വസിക്കുന്നവരല്ല മുസ്ലിങ്ങൾ. താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ലോകത്തവതീർണമായ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാൻ ഒരു മുസ്ലിം വിശ്വാസപരമായി പ്രതിജ്ഞാബദ്ധനാണ്. ഹേ യഥാമാം പ്രപത്യന്തേ താം സ്ഥദൈവ ഭജാമ്യഹം മമ വർത്തമാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ.
എന്ന ഭഗവത്ഗീതയിലെ ദൈവത്തിൻ്റെ പ്രഖ്യാപനവും ഇതിൽ നിന്ന് ഭിന്നമല്ല. സൗഹൃദവും സ്നേഹവുമാണ് വിശ്വാസികൾക്ക് പ്രാമുഖ്യമുള്ള ഒരു നാട്ടിൽ നിലനിൽക്കേണ്ടത്. ഭീകരവാദികളും തീവ്രവാദികളും മതഭ്രാന്തന്മാരും അതിനെതിരായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ പല ദിക്കുകളിലും മനുഷ്യനെ കൊല്ലാൻ വെടിയുതിർക്കുന്നു, ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു. ചിലർ മനുഷ്യനെ പച്ചക്ക് പട്ടാപ്പകൽ അടിച്ചു കൊല്ലുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി മരണത്തിൻ്റെ കയത്തിലേക്ക് ഇഞ്ചിഞ്ചായി പിടഞ്ഞു വീഴുന്ന മനുഷ്യൻ്റെ ദൈന്യമുഖം ലോകത്തെ കാണിക്കുന്നു. ഇതൊന്നും വിശ്വാസമല്ല, ഇതിനെ ഭ്രാന്ത് എന്നാണ് പറയേണ്ടത്, ഫാനറ്റിസം. ഈ ഭ്രാന്തിനെ അല്ല നമുക്ക് നമ്മളുടെ പൂർവികർ പരിചയപ്പെടുത്തി തന്നത്. ഞാൻ ഈ അടുത്ത് ശബരിമലയിൽ പോയിരുന്നു. ഞാൻ അവിടെ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. ശബരിമലയിലെ എല്ലാ സ്ഥലവും ക്ഷേത്ര സന്നിധാനവും ചുറ്റിക്കണ്ടു. വന്നപ്പോഴാണ് ആരോ പറഞ്ഞത് അവിടെയും ഒന്ന് പോകണം. 18-ാം പടിയുടെ തൊട്ട് മുന്നിൽ ഒരു നട തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ കൗതുകത്തോടെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു വാവരുടെ നട. അവിടെ ഒരു മുസ്ലിം പുരോഹിതൻ ഇരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ഫാത്തിഹ ഓതി അവിടെ വരുന്ന ഹൈന്ദവ ഭക്തർക്ക് അദ്ദേഹം നിവേദ്യം നൽകുന്നുണ്ട്, അനുഗ്രഹിച്ചു പറഞ്ഞയക്കുന്നുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിന് പുറത്തല്ല, 18-ാം പടിയുടെ തൊട്ട് മുന്നിൽ അയ്യപ്പൻ അഭിമുഖമായി വാവരിസ്വാമി ഇരിക്കുന്നു. പടിഞ്ഞാറോട്ടാണ് കതകുകൾ തുറന്നു വെച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇസ്ലാം മതവിശ്വാസികൾ നമസ്കരിക്കുന്നതിന് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്നത്. നമ്മളുടെ നാടിൻ്റെ സൗഹൃദത്തിൻ്റെ വലിയ ഒരു തലമാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അടുത്ത് ഞാൻ പാപ്പിനിശ്ശേരിയിലെ മുത്തപ്പൻകാവ് ക്ഷേത്രത്തിൽ അവരൊരു സാംസ്കാരിക പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. അന്ന് പോകാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഞാനൊരവസരം കിട്ടിയപ്പോൾ അവിടെ പോയത്. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ എല്ലാ സ്ഥലത്തും പോയി ഓഫീസിൽ അവരുടെ ചായ സൽക്കാരത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അവിടുത്തെ മുഖ്യ പൂജാരി ഒരു കഥ എന്നോട് പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. പതിറ്റാണ്ടുകളായി ആ ക്ഷേത്രത്തിലെ നിവേദ്യം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നത് ഒരു മുസ്ലിം കുടുംബമാണ്. 85 വയസ്സുള്ള അബ്ദുള്ളയായിരുന്നു ഞങ്ങളുടെയൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ അത് കൊണ്ടുവന്ന് തന്നിരുന്നത്. 86-ാമത്തെ വയസ്സിൽ അബ്ദുള്ള മരിച്ചു. അബ്ദുള്ള മരിച്ചു കിടക്കുന്ന അന്ന് പുലർച്ചെ 5 മണിക്ക് അബ്ദുള്ളയുടെ മകൻ മൻസൂർ നിവേദ്യത്തിനുള്ള സാധനം കൊണ്ട് വരുമോ എന്ന് പൂജാരി ആശങ്കിച്ച നിമിഷം കതകുകൾ തുറന്നു നോക്കിയപ്പോൾ നിറകണ്ണുകളോടെ മൻസൂർ അവിടെ നിൽക്കുന്നു. ഇതാണ് നമ്മളുടെ നാടിൻ്റെയും പ്രദേശത്തിൻ്റെയും സൗഹൃദത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്നത്. ക്ഷേത്രനഗരിയിലേക്ക്, ഉത്സവപ്പറമ്പിലേക്ക് അന്യമതസ്ഥർ വേണ്ട, പ്രവേശിക്കേണ്ട എന്ന് പറയുമ്പോഴാണ് ഓരോ ദിവസവും 4500 രൂപ ഈ നിവേദ്യത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് ആ ക്ഷേത്രം നൽകുന്നുണ്ട് ഒരു മുസ്ലിം കുടുംബത്തിന്. മലപ്പുറത്താണ് മമ്പുറം സയ്യിദ് അലവിക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാൻ ജീവിച്ചത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികൾ തങ്ങളെ വന്ന് കണ്ടു പറഞ്ഞു, ഞങ്ങൾക്ക് പൂജ നടത്താനൊരു ക്ഷേത്രമില്ല, ഒരു ക്ഷേത്രം പണിയാൻ ഞങ്ങളുടെ കയ്യിൽ പണവുമില്ല, അതുകൊണ്ട് തങ്ങൾ ഞങ്ങൾക്കൊരു ക്ഷേത്രം പണിതു തരണം. മമ്പുറം സയ്യിദ് അലവിക്കോയ തങ്ങൾ അവരെ ആട്ടി ഓടിക്കുകയല്ല ചെയ്തത്.
തിരൂരങ്ങാടിക്കടുത്ത് കളിയാട്ടുമുക്കിൽ അവർക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിതു കൊടുത്തു അദ്ദേഹം. ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു പള്ളിയും പണിതു. ആ പള്ളിയുടെ മട്ടുപ്പാവിലിരുന്ന് തങ്ങൾ മരിക്കുന്നതുവരെ ക്ഷേത്രോത്സവം കണ്ടു എന്നാണ് പറയുന്നത്. തങ്ങൾ മരണപ്പെട്ട് മമ്പുറത്താണ് സംസ്കരിച്ചിട്ടുള്ളത്. പോകുമ്പോൾ നിങ്ങൾക്കും കാണാം മമ്പുറം മക്കാം. തങ്ങളുടെ മരണശേഷം കളിയാട്ടുമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഹിന്ദുമത വിശ്വാസികൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകാറില്ല. സയ്യിദ് അലവിക്കോയ തങ്ങളുടെ ഖബറിടം സന്ദർശിച്ച്, ശവകുടീരം സന്ദർശിച്ച്, അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ കാണിക്ക നിക്ഷേപിച്ച് തങ്ങളോട് സമ്മതം വാങ്ങിയാണ് ഇന്നും കളിയാട്ടുമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഹിന്ദുമത വിശ്വാസികൾ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ കാരണവന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ആ മാതൃകയല്ല ഇന്ന് നമ്മളെപ്പോലുള്ളവർ അനുവർത്തിക്കുന്നത്. വിശ്വാസത്തെ കലാപകാലുഷ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അന്തസത്തയിലേക്ക് തിരിച്ചു പോകാൻ ഇതുപോലെയുള്ള ചടങ്ങുകളും സംഗമങ്ങളും നമുക്ക് പ്രചോദനമാകണം, ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അഭിലഷിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദപണ്ഡിതന്മാരെ ആദരിക്കുന്ന മഹനീയമായ ചടങ്ങ്, ചില ചടങ്ങുകളിൽ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കുന്നവനാണ് സത്യത്തിൽ ആദരിക്കപ്പെടുന്നത്. അത്രയും വലിയ മഹത്തുക്കളാണ് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നത്. അവർക്ക് അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ ദീപശിഖ കൂടുതൽ ഉയരത്തിൽ ഉയർത്തിപ്പിടിച്ച് ആയുരാരോഗ്യത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ ജഗദീശ്വരനായ പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.